സ്തോത്രം സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിലെ പഠനമാണ്. അതുപോലെ ഗഹനമായ വിഷയമാണിത്. ഈ റോമാലേഖനത്തിലെ പഠനം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ വലിയൊരു പഠനം തന്നെയാണത്. ഒരല്പമായിട്ട് ഞാനത് പഠിച്ചതുകൊണ്ട് ഞാൻ പറയുക ദൈവമക്കളെ. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാ? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകുക. അപ്പോൾ ഇവിടെ എന്നാൽ ഇപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുക. അപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായേ? റോമർ 6:17. എന്നാൽ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി വചനമനുസരിച്ച് നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്താ? വിശുദ്ധീകരണം. റോമർ 5 ടൈറ്റിൽ എന്തായിരുന്നു? വിശ്വാസത്താൽ നീതീകരണം. നീതീകരണം ലഭിച്ചവൻ, ഫ്രീ ആയിട്ട് ലഭിച്ചവൻ വില കൊടുത്ത് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥനയോടെ ഇതൊന്ന് ഗ്രഹിച്ചാലും വാത്സല്യ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ ഇപ്പോൾ പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി ഇരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ദാസന്മാർ എന്ത് ചെയ്യും? നീതി ചെയ്തുകൊണ്ടിരിക്കും, വചനം അനുസരിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം കുടുംബജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ മനുഷ്യനുമായിട്ട് ഇടപെടുന്ന എല്ലാ തുറകളിലും കർത്താവ് തരുന്ന ഈ പ്രമാണങ്ങൾ അനുസരിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധീകരണം ലഭിച്ച് വചനമനുസരിച്ച് ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ച് പ്ലസ് വിശുദ്ധീകരണം ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അതാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ തേജസ്കരണത്തിലേക്ക് പ്രവേശിക്കുക. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ജന്മം പാഴായി. ജസ്റ്റിഫിക്കേഷൻ, ഹോളിനെസ്, ഗ്ലോറിഫൈഡ്, ഈ 3 സബ്ജക്റ്റ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ യൂട്യൂബിൽ ഇത് കിടപ്പുണ്ടെന്ന് എന്നെ ഓർക്കുന്നില്ല. ഒത്തിരി മെസ്സേജ് കിടക്കുന്നുണ്ട്. തപ്പിയെടുത്താൽ കിട്ടുമായിരിക്കാം. സ്തോത്രം. എന്നാൽ ഇത് പിന്നെയും ദൈവാത്മാ നിയോഗം തരുമ്പോൾ ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവ് തരുന്നൊക്കെ ഞാൻ ചാകുന്നവരെ ഇത് തന്നെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് കേൾക്കാത്ത ഒത്തിരി പേര് കിടപ്പുണ്ട്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഇത്ര പേര് കിടപ്പുണ്ട്. സുവിശേഷം പറയുന്നവർ എന്ന് പറഞ്ഞ് വ്യാജ സുവിശേഷം പറഞ്ഞ് അതിനാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ കൂട്ടം ജനം കിടപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കുന്നത്. ദയവായി നിങ്ങളിത് കേൾക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾ ഇത് കേട്ടേ മതിയാകൂ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം കർത്താവ് ചെയ്യുന്നു, വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നു, തേജസ്കരണം ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് നമുക്ക് തരുന്നു. പ്രിയമുള്ളവരെ, നമ്മിന്നതാകും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് നമ്മളും താതാത്മ്യം പ്രാപിക്കും. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ മുഖാന്തരം അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അൻപുവരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. തൻ്റെ സ്വരൂപത്തോട് അൻപുവരാകുവാൻ. രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, പരിശുദ്ധാംശം പ്രാപിച്ചവരെ, നിങ്ങളെ കർത്താവ് രക്ഷയിലേക്ക് നടത്തിയത് എന്തിനാ? ഇവിടെ കാറും വീടും ലോറിയും പ്ലെയിനും വാങ്ങി ഇവിടെ സമ്പത്ത് സ്വരൂപിച്ച് നരകക്കുഴി പോയി വീഴാനല്ല. പിന്നെന്തിനാ? അവൻ്റെ സ്വരൂപത്തോട് അൻപുവരാകണം. ഈ ശരീരം വെച്ചോണ്ട് അങ്ങോട്ട് പോയി ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവ് നമുക്ക് തരുന്ന രൂപാന്തര ശരീരം, ആ ശരീരം കിട്ടിയാലേ 1000 ആണ്ട് വാഴ്ചയിലും പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയിലും നമുക്ക് വാഴാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ഈ ശരീരം മാക്സിമം ഒരു 100 വർഷമൊക്കെ ജീവിക്കാം. ബംഗ്ലാദേശുകാരൻ 115 ജീവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. 115 116 ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ 130 ആയിക്കോട്ടെ. കാരണം ആയുസ് കുറച്ചതുകൊണ്ട് അത്രയൊന്നും പോകത്തില്ല. മെഥുശലേഖിൻ്റെ 969
വഷളത്വത്തിലേക്ക് ലോകം പോയപ്പോൾ 120 അതിലൊരു വലിയ ദൂതുണ്ട്. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പർപ്പസിലേക്ക് മനുഷ്യൻ നടത്തപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ്റെ ആയുസ്സൊക്കെ മാറ്റിക്കളയും ദൈവം. സ്തോത്രം. ഞാൻ റോമാലേഖനം സ്തോത്രം 5-ാം അധ്യായത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വേദഭാഗം നന്നായി നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. വളരെ ഷോർട്ടായിട്ട് ആ 3 സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പിന്നെ അത് വെച്ച് കേട്ട് അത് കാര്യം മനസ്സിലാക്കുക. നീതീകരണം ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നു. അത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്. വിശ്വാസത്താലാണ് നീതീകരണം. ഏത് വിശ്വാസം? യേശു ക്രിസ്തുവിലെ വിശ്വസിക്കുമ്പോൾ. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്നൊക്കെ പലരും പറഞ്ഞു നടപ്പുണ്ട്. അതൊന്നും കിട്ടത്തില്ല. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വ്യക്തിപരമായി നീ വിശ്വസിക്കുമ്പോഴാണ് നിനക്ക് നീതീകരണം കിട്ടുന്നത്. ദൈവം തരുന്ന ഫ്രീ. നീതീകരണം പ്രാപിച്ച നീ എന്ത് ചെയ്യണം? നീതി ചെയ്തു വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും വരെ പ്രാപിക്കണം? അവസാന ശ്വാസം പോകുന്നവരെയും. ഓർമ്മ വിട്ടുപോയാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ നീ പ്രമാണിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ്കരണത്തിലേക്ക് ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനോട് അടുത്ത് കിടക്കുന്ന വിശുദ്ധീകരണത്തെക്കുറിച്ചും പറഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തേജസ്കരണത്തെക്കുറിച്ചും ഞാൻ ഈ 1/2 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അടുത്ത പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതായത് ആത്മരക്ഷയുടെ ആദ്യത്തെ പടി ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിക്കുക. ദൈവത്തിൻ്റെ നീതീകരണം പ്രാപിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ സുവിശേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന് എൻ്റെ പ്രസംഗ ഭാഷയിലുള്ളൊരു ഭാഷാ പ്രയോഗം ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്, പിണങ്ങാനും എനിക്കൊന്നുമില്ല. ഉള്ളതുപോലെ പറയാന്നുള്ളതാണ് എൻ്റെ വിഷയം. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞയച്ചത്? പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കും. ഈ കുഞ്ഞാടുകൾ 2000 വർഷം കൊണ്ട് ചെന്നായ്ക്കളായി മാറി സുവിശേഷം വിറ്റ് തിന്നുന്ന ചെന്നായ്ക്കളായി മാറി. ആരായതിന് ഉത്തരവാദി? ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷാവൃന്ദങ്ങൾ അവരുടെ അഭാവം മൂലം സഭയെ ഉപദേശം പഠിപ്പിക്കണം. ഞങ്ങളെ ദൈവവൃത്തന്മാർ പഠിപ്പിച്ച ഏറ്റവും വലിയ പഠനം, വിശ്വാസികൾ കൂടി വരുമ്പോൾ കുറഞ്ഞ പക്ഷം ആത്മാവിൽ ഒരു അരമണിക്കൂർ, പുള്ളിയൊക്കെ പറയാം 1.5 മണിക്കൂറൊക്കെ ആരാധിക്കണമെന്ന്. 1/2 മണിക്കൂർ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. അഭിഷേകം പ്രാപിക്കാത്ത സ്തോത്രം അല്ലയോ പറഞ്ഞ് ആരാധിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് ആരാധിക്കും, ബുദ്ധി കൊണ്ട് ആരാധിക്കും. അപ്പോൾ ആത്മാവിൽ ആരാധിച്ച് ശേഷം 1-2 പേര് പ്രാർത്ഥിച്ച് ദൈവവചനം എടുത്ത് പ്രസംഗിച്ച് ഉപദേശം പ്രസംഗിച്ച് വിശ്വാസികളെ ദൈവവചനത്തിൻ്റെ ആ പഠനത്തിലേക്ക് അവരെ നടത്തും. ഇന്ന് ദൈവജനത്തെ പിഴിഞ്ഞെടുക്കുന്ന ശുശ്രൂഷകന്മാർ കുമിള് പോലെ മുളച്ചു കിടക്കുക. ബാംഗ്ലൂരും കോട്ടയത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. സ്തോത്രം. ലോകത്തിൻ്റെ നാനാഭാഗത്തും സുവിശേഷം വിറ്റ് തിന്നുന്ന കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും. അതിന് പര്യാപ്തമായ വാക്യം 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചുകൊള്ളുക. ഇത് കേൾക്കുമ്പോൾ അതൊന്ന് വായിക്കുക, അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അത് വായിക്കുക. കള്ളപ്രവാചകന്മാർ ദുരുപദേശം എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവർ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക. ഇവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എങ്ങനെ വിശ്വാസത്താൽ ലഭിച്ചു? വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ഈ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താ? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു വേദഭാഗം ഇതിനോട് ചേർത്ത് പഠിക്കുവാൻ
കർത്താവിൽ ശരണപ്പെടുന്നു. 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവത്തിന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിൻ്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും തേജസ്സാകുന്ന ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ കണ്ടോ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരയിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, തേജസ്സിൻ്റെ ശരീരമാണ് ഈ പുത്രത്വം. തേജസ്കരിക്കപ്പെട്ട ശരീരം, യേശുവിന് ലഭിച്ച തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷാപൂർത്തിയിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നത്. അത് കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് കേട്ട് ഒരുങ്ങിക്കോ, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോഹായ. അതുപോലെ ദുരുപദേശം കൊമള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. എറണാകുളം പട്ടണത്തിൽ ദുരുപദേശകന്മാരുടെ കൂടായി മാറി. അവിടങ്ങളിലായി ചെറിയ ചെറിയ കൂട്ടങ്ങൾ ഞങ്ങളെപ്പോലെ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഭരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം ഈ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണെന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് ലജ്ജയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരികയാണ് പിന്നെയും. അപ്പോൾ സ്തോത്രം, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. 2ന്റെ അവസാന വാക്യം. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരാ. ഇന്ന് കഷ്ടതയെ ശാസിക്കുന്നവരാ. എനിക്കറിയാം, ഒരു സഹോദരനുണ്ട് ഞങ്ങളുടെ കേരളത്തിൽ, ഇന്റർനാഷണൽ പ്രീച്ചറാ. ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക. പാഞ്ഞ് അവസാനം നരകത്തിലേക്ക് പായാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. കാരണം പുള്ള പോക്ക് അങ്ങനെയാ. ഞാൻ ഒരു ദിവസം പ്രസംഗം, ഞാൻ എല്ലാവരുടെയും കേൾക്കും പ്രസംഗം. ഇവരെന്തൊക്കെയായി പറയണമെന്ന് കേൾക്കാനാ, അല്ല കേട്ട് പഠിക്കാനൊന്നും ഒരു കുന്തവും കാണത്തില്ല അവരിൽ. എന്തെങ്കിലും വാലും തുമ്പുമൊക്കെ കിട്ടത്തുള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. മുഴുവനും ദുരുപദേശവും അത്ഭുത സാക്ഷ്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ ആർക്ക് വേണം? ഞങ്ങൾ ഇതൊക്കെ ചവച്ച് കൂട്ടി തുപ്പ കുപ്പത്തൊട്ടി കളഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് അത്ഭുതമല്ല, അടയാളമല്ല വേണ്ടത്. നമുക്ക് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കാനുള്ള ഉപദേശം വല്ലവരും പറയുന്നുണ്ടോ? ഇതാ ഞാൻ നോക്കി കിടക്കുന്നത്. ഇതെങ്ങും കിട്ടാനില്ല. കുറച്ച് പേര് പറയുന്നുണ്ട്, അതിൽ സന്തോഷം. ഒത്തിരി പേര് പറയുന്നുണ്ട്, എനിക്കത് സന്തോഷമാണ്, ഞാനത് കേൾക്കുകയും അതിൽ നിന്നൊക്കെ പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ കഷ്ടതയെക്കുറിച്ച് ഈ മഹാൻ പറഞ്ഞ പേരെന്ന് ഞാൻ പറഞ്ഞ അവഹേളിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. ഹേ കഷ്ടതേ, യേശുവിൻ്റെ നാമത്തിൽ കഷ്ടത പോയി. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഒരു വീടുമായി. ആദ്യത്തെ ഭാര്യ പോയി, 2ാം ഭാര്യയായി. അതങ്ങനെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണം ദൈവമക്കളെ. ഇപ്പോഴും പ്രസംഗം തകർത്ത് വെച്ച് നടത്തുകൊണ്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഒരു ഭാര്യ നിലവിലിരിക്കെ ആ ഭാര്യ മരിക്കാതെ വേറൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ പ്രമാണം ഇല്ല. അത് വ്യഭിചാരം എന്നാ പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ ഇതിനെ കുറ്റമല്ലുള്ള കാര്യമല്ലേ പറയണേ? ഞാനിത് ചെയ്താലും നിങ്ങൾ പറയത്തില്ലേ? പറയും. ഈ ചെയ്ത പ്രവൃത്തി ഞാൻ ചെയ്ത എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഞാനെന്തിനാ വിഷമിക്കണേ? ബാലസാന്തരപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നരകത്തിൽ പോവും, അത്രേ ഉള്ളൂ. അപ്പൊ കഷ്ടതയെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും. 1-2 വാക്യങ്ങൾ മാത്രം കഷ്ടതയെക്കുറിച്ച് പറയുക. കഷ്ടത എന്നുള്ള സബ്ജക്റ്റ് സത്യവേദ പുസ്തകത്തിലൂടെ പഠിച്ചെടുത്ത ദൈവദാസന്മാർ വളരെ കുറവാണ്. ബഹുഭൂരിപക്ഷം കഷ്ടതയുടെ മർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പത്രോസിൻ്റെ ഒരൊറ്റ വാക്യം, പൗലോസ് 1-2 വാക്യം എടുത്തിട്ട് ആ സബ്ജക്റ്റ് വിടുക ഞാൻ. കാരണം എല്ലാം പറയാൻ സമയമില്ല. മുടങ്ങി ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന മാതൃക വെച്ചിച്ചു പോയി. അപ്പം നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടതയുടെ മാതൃക തന്നെ
നാമം എടുക്കണം. ഇപ്പം നമുക്ക് ആ മാതൃക വേണ്ട. നമുക്ക് പ്രോസ്പെറിറ്റി ഇത് പറഞ്ഞു തരാനായിട്ട് കണ്ടെയ്നർ കണക്കിന് ഉപദേശിമാരും ഇറങ്ങിയിട്ടുണ്ട്, സാത്താൻ ഇറങ്ങിയിട്ടുണ്ട്. അതാ വിശേഷം. ഇത് കേട്ട് സുഖിച്ച് നരകത്തിലേക്ക് പോകാം. ഒരു കുഴപ്പമില്ല, പോക്കോ. ഇവിടെ ആർക്കെന്താ ചെയ്ത? നരകത്തിലെ നരകവാസം അതെങ്ങനെയോ ഞാനിതറിഞ്ഞില്ല. പണ്ടൊരുത്തം പാടിയതാ. പുള്ളി ഇപ്പോൾ അവിടെ പോയി കിടക്കുക, പാട്ട് പാടിയാൽ അവിടെ പോയി കിടക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വചനത്തിലൂടെ ഒരു അല്പമെങ്കിലും പഠിച്ച് മനസ്സിലാക്കണം ഒരു വിശ്വാസി ആയാൽ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തുള്ള ക്ലാസ്സുകളൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് ഹൃദയത്തിൽ താല്പര്യമുണ്ട്, നിയോഗം പോലെ. ധനവാന്റെയും ലാസറിൻ്റെയും കഥ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം നമുക്ക്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ യാതന സ്ഥലമുണ്ടെന്നും അബ്രഹാമിൻ്റെ പറുദീസ എന്ന് വിശേഷിപ്പിക്കുന്നത് വിശ്രാമ സ്ഥലത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയാണ്. നമുക്ക് പഠിച്ചേച്ചാൽ മതി അതിനെക്കുറിച്ച്. ഒത്തിരി കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ച് വരുമ്പോൾ ആ കൺഫ്യൂഷനാവും. മരിച്ച ആത്മാക്കൾ വിശ്രാമ സ്ഥലത്ത് വിശ്രമിക്കുന്നു. യഥാർത്ഥ പഠനം അതാ. ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവർ യാതനാസ്ഥലത്ത് കഷ്ടത അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ വിശ്രാമ സ്ഥലത്ത് അവർ വിശ്രമിക്കുന്നു. ധനവാന്റെ ലാസറിൻ്റെ കഥ പഠിക്കുമ്പോൾ ആ ധനവാനായ മനുഷ്യൻ യാതന അനുഭവിച്ച ചരിത്രം പറയുമ്പോൾ തന്നെ പേടി തോന്നുക. പിതാവേ, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു. എത്ര നാളായി തീജ്വാല? കോടാനുകോടി വർഷം. എത്ര നാളാ ദൈവസന്നിധിയിൽ നിന്ന് സന്തോഷിക്കുന്നത്? കോടാനുകോടി വർഷം. അപ്പോൾ കോടാനുകോടി വർഷം യാതന സ്ഥലം ഉണ്ടെന്നിരിക്കെ, സ്വർഗീയമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെന്നിരിക്കെ, എത്ര ദൈവമക്കൾക്ക് അങ്ങോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്? എത്ര പേർക്കുണ്ട്? ഞായറാഴ്ച ആകുമ്പോൾ പുസ്തകം എടുത്തുകൊണ്ട് പായുമല്ലോ സഭയോ എന്നും പറഞ്ഞു അവിടെ ചെന്ന് ഈ ചപ്പും ചവറുമൊക്കെ കേട്ട് വന്നിട്ട് എന്ത് പ്രത്യാശ നമുക്കുള്ള? ഇന്നിപ്പോൾ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത, എന്നോട് പിണങ്ങല്ലേ, ഞാൻ ഉള്ളതങ്ങ് പറയുക. മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിച്ചും പാടിയും സ്വർഗത്തിലെത്തിക്കുക അവർ കുറേ പേര്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർവിളി 100 പ്രാവശ്യം ഈ കോറസ് എടുത്ത് അങ്ങോട്ട് ചൊല്ലി തിരിച്ചടിക്ക് പാടിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമുള്ള അമ്മച്ചി മരിച്ചപ്പോൾ ഈ പാട്ട് പാടി. അന്ന് ഞങ്ങളെ ഉപദേഷ്ടാവ് ജീവിച്ചിരിക്കുന്ന കാലം ഞാൻ ചെന്ന് ചോദിച്ചു, ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരുമോ? പുള്ളി ചോദിച്ചു, ഏത് പാട്ടിൻ്റെ അർത്ഥം? പേർ വിളിക്കും നേരം കാണും എൻ പേരും. പുള്ളി എന്നോട് പറഞ്ഞത്, ഒരു പേർവിളിയില്ല സഹോദര, ഞാനവന് പുതിയ പേര് കൊടുക്കുമെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ. സാംപാസ് ഇങ്ങോട്ട് വാ, ഫ്രാൻസിസ് സഹോദരൻ ഇങ്ങോട്ട് വാ, ഇന്ന സഹോദരൻ ഇങ്ങോട്ട് വാ, പ്രതിഫലം മേടിച്ചു. അങ്ങനെ ഒന്നുമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എടുത്ത് നിൽക്കുകയും ജീവനോടിരിക്കുന്നവൻ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. നീ കർത്താവിൽ വിശ്വസിച്ച് നേരത്തെ പറഞ്ഞ പോലെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാൻ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് വിശ്രമ സ്ഥലത്തേക്ക് പോകും. ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവരോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അല്ലാതെ പാപം ചെയ്ത് മരിച്ചു പോയാലാണെങ്കിൽ യാതൊരു സ്ഥലത്ത് പോയി വീടും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ മരണങ്ങളൊന്നും എനിക്ക് വലിയ ദുഃഖം തരുന്ന വിഷയങ്ങളാണ്. ഓരോ വിശ്വാസി മരിക്കുമ്പോഴും എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ദൈവമേ, ഈ വ്യക്തി ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച്, ഉപദേശം അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്ടോ, തലയായ ക്രിസ്തുവിനോടൊപ്പം വളർന്നോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിച്ച പോലും വെച്ച് നടന്നിട്ടില്ല ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ, പിന്നെ എങ്ങനെയാണ് സ്വർഗത്ത് പോകുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങൾ ഭയത്തോടെ ദൈവത്തെ സേവിക്കുക. കഷ്ടത എന്നുള്ള സബ്ജക്റ്റ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പഠിച്ചാൽ അത് വളരെ മനോഹരമായൊരു സബ്ജക്റ്റാണ്. അങ്ങനെ എബ്രായ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന ആ വാക്യമാണ് ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ളത്.
സകലത്തിലും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു, പിതാവിന് യുക്തമായിരുന്നു. എബ്രായലേഖനം 2:10. ഇനി എബ്രായർ 5:8-9. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. പിതാവിനെ അനുസരണം പഠിച്ചു തികഞ്ഞവനായി പുത്രൻ. എങ്ങനെ അനുസരണം പഠിച്ചു തികഞ്ഞവനായി? കഷ്ടാനുഭവങ്ങളാൽ, കഷ്ടങ്ങളാൽ. യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ചെങ്കിൽ ആ കർത്താവിൻ്റെ മക്കളായ നമുക്ക് കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികയണ്ടേ? എൻ്റെ ചോദ്യം. തികയണം. കഷ്ടത സഹിഷ്ണുത, അതിനിപ്പോൾ ആ വാക്യത്തിലേക്ക് വരുന്നുണ്ട്, റോമർ 5 അത് വരുന്നുണ്ട്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും, ശുദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നൊരു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത എന്തുകൊണ്ടുവരുന്നു? സഹിഷ്ണുത കൊണ്ടുവരുന്നു. സഹിഷ്ണുത എന്തുകൊണ്ടുവരുന്നു? സിദ്ധത. സിദ്ധത എന്ന് പറഞ്ഞാൽ സിദ്ധവൈദ്യാശ്രമയം, സിദ്ധം, നമുക്ക് കിട്ടുന്ന ഒരു സിദ്ധി, ഒരു അത്ഭുതകരമായ അനുഭവം. എന്താണ്? കഷ്ടത, സഹിഷ്ണുത, സഹിഷ്ണുത, സിദ്ധത. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു സിദ്ധി, ഒരു വൈഭവം നമുക്ക് കിട്ടുകയാണ്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധതയും, ശുദ്ധത, പ്രത്യാശ. അങ്ങനെ കഷ്ടം സഹിച്ച്, എത്ര കഷ്ടം സഹിച്ചാലും കുഴപ്പമില്ല, ഞാൻ ക്രിസ്തുവിൻ്റെ മകനെ, കർത്താവിൻ്റെ മകനാണ്, ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഷ്ടതകൾ എന്നെ ആത്മീയമായി ശുദ്ധീകരിച്ചെടുക്കുകയാണ്, എന്നെ കരുത്തനാക്കി മാറ്റുകയാണെന്നുള്ള ഒരു വലിയ സിദ്ധിയുടെ അനുഭവം, അത്ഭുതകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം മാറ്റപ്പെടുകയാണ്. സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. എന്ത് പ്രത്യാശ? കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു തെസ്സലോനിക്ക ലേഖനത്തിൽ. പ്രത്യാശയുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അപ്പനും അമ്മയോ സഹോദരി സഹോദരന്മാർ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ പെന്തക്കോസ്തുകാർ വീട്ടിൽ കിടന്ന് കരഞ്ഞ് കാറി നമ്മൾ കണ്ടിട്ടില്ലേ? രക്ഷിക്കപ്പെടാത്തവൻ മരിക്കുമ്പോൾ കിടന്ന് കരഞ്ഞ് കാറി കൂയിക്കോ, അവൻ്റെ ഡെഡ് ബോഡിയോ അവൻ്റെ മുഖമൊക്കെ അവസാനമായിട്ട് കാണുക, തീർന്നു അതോടെ. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചൊരു ദൈവപൈതൽ, പ്രത്യാശയുള്ള ദൈവപൈതൽ മരിക്കുമ്പോൾ നമ്മൾ കരയേണ്ട, സന്തോഷിക്കാൻ പറ്റും നമുക്ക് ആത്മാവിൽ. ഞാൻ എൻ്റെ സഹോദരനെ, ഞാൻ എൻ്റെ സഹോദരിയെ, ഞാൻ എൻ്റെ പ്രിയ മാതാവിനെ, ഞാൻ എൻ്റെ പ്രിയ പിതാവിനെ ഞാൻ നിത്യതയിൽ പോയി കാണും. അതാ പ്രത്യാശ. 94-കാരനായ കർത്താവിൻ്റെ ദാസൻ, തൻ്റെ സ്നേഹിതൻ മരിച്ചു, സമസുവിശേഷകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രസ്ഥാനക്കാരും അവിടെ കൂടി വന്നു. ഓരോ പ്രസ്ഥാനത്തിൽ നിന്ന് ഓരോ ലീഡേഴ്സിന്, ഓരോ പാസ്റ്റേഴ്സിന് പ്രസംഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ അനുശോചനം അറിയിക്കാനായിട്ട് അവിടെ. അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു, ഞാനും എൻ്റെ സഭയും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. അടുത്ത ആൾ, ഞാനും എൻ്റെ സഭയും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. അങ്ങനെ എല്ലാവരും വന്ന് അനുശോചനം അറിയിച്ചങ്ങ് പോയി. അവസാനം ഈ 94-കാരൻ്റെ ഊഴം വന്നു. പുള്ളി അങ്ങോട്ട് കയറി, ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സമസുവിശേഷകനാണ്, ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷം പറഞ്ഞ് നടന്നവരാ, പ്രത്യാശയുള്ളൊരു സഹോദരനാണ്, എന്നേക്കാൾ പ്രായം കുറവാണ്. ഈ മാന്യദേഹം ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ നിന്നവരാ. എനിക്ക് ദുഃഖമില്ല, എനിക്ക് യാതൊരു ആകുലതയുമില്ല. ഈ പ്രിയപ്പെട്ടവനെ ഞാൻ പോയി കാണുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് എനിക്ക് അനുശോചനമില്ല. അവിടെ ഇരിക്കുന്ന ഭാഷന്മാരെല്ലാം തീർന്നല്ലോ. ഈ വയസ്സനപ്പച്ചന് അവസാനം ഒരു പരുവത്തിലാക്കി അവിടെ നിന്ന് വിട്ടു. എന്താ കാര്യം? വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ഉദ്ദേശത്തിലല്ല പറയുന്നത്. എല്ലാവരും എതിർത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം അനുഭവം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇപ്പം ഇവർ പറഞ്ഞ മറുപടി കേൾക്കണോ? ഈ പാസ്റ്റർമാർ പറഞ്ഞ മറുപടി, അതാണ് വിചിത്രം. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്. എടാ, ക്രിസ്തുവിൻ്റെ പ്രമാണമല്ലാതെ വേറെ എന്ത് പ്രമാണം നിങ്ങൾക്കുള്ളേ? ഇവിടെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശമല്ലാത്തൊരു പ്രമാണം എന്താ ഉള്ളേ? ഇതേ കേട്ടോ, യഹൂദന്മാർ പറഞ്ഞത് കേട്ടോ, ഞാൻ കേൾപ്പിച്ചു തരാം.
കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് മത്തായി 15:1-20 വരെയും മർക്കോസ് 7:1 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രന്മാരും പരീശന്മാരും യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായി വിമർശിച്ച സമയത്ത് കർത്താവ് പറയുക, ഈ ജനമതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. നിന്റെ അപ്പനെയോ അമ്മയും ബഹുമാനിക്കുക എന്ന് അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. ബഹുമാനിക്കേണ്ട ഖുർബാൻ പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയെന്ന്. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു, ദൈവകൽപ്പന വിട്ടുകളയുന്നു. ഇതാണ് ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി? ഇത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരും ചെയ്യുന്നത്. ആ കർത്താവിൻ്റെ ദാസൻ പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ കുരുടന്മാരായ ശുശ്രൂഷകന്മാർ എന്താ ചെയ്തത്? ഞങ്ങൾക്കൊരു പ്രമാണം ഉണ്ടെന്ന്. അത് തന്നെ ഇവരും പറഞ്ഞത്. സംഭവം ക്ലീൻ ആയില്ലേ? ഇപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞ് ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങൾ പുറമേ ശുദ്ധീകരിക്കുന്നു, അകം കുഷ്ഠം നിറഞ്ഞിരിക്കുക, ശവക്കല്ലറ പോലെയാ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അത് ശക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് ഒരു വാക്ക് പറയാതെനിക്ക് പോകാൻ നിർവാഹമില്ല. കപടഭക്തിക്കാരും ശാസ്ത്രിക്കാരും പരീശരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ തുളസി, ചതുകുപ്പ, ചീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ഞാൻ ഇന്നലെ മെസ്സേജിൽ പറയാനിടയായി. അപ്പോൾ ഇവരുടെ കാര്യം വരുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പല പ്രാവശ്യം കേൾക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കേട്ട് പഠിച്ചുകൊള്ളുക. ദൈവം മോശയുടെ സ്ഥാനത്താക്കി വെച്ച, അതവിടെ 23-1 പറയുന്നുണ്ട്. പരീശന്മാർ ശാസ്ത്രീയ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, മോശയ്ക്ക് പകരം നിൽക്കുന്നു. മോശയ്ക്ക് പകരം ദൈവം ആക്കി വെച്ചു. അവർ ചെയ്യുന്നത് എന്താ? തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എന്നീ ന്യായപ്രമാണത്തിലെ ഘനമേറിയവ ത്യജിച്ചു കളയുന്നു. ക്രിസ്തുവിൻ്റെ പ്രമാണം ത്യജിച്ചു കളയുകയും അവർ സംഘടനയുടെ പ്രമാണം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഇവിടെയാണ് സഭ തകർന്നു കിടക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പ്രമാണത്തിൽ, വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ന്യായമായി വേദപുസ്തക സത്യങ്ങളിലൂടെ നമുക്ക് വിശ്വസിക്കാം. ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ചൊരു പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന കുരുടന്മാരായ ശുശ്രൂഷാവൃന്ദങ്ങൾ, അവരും കുരുടന്മാരായി. ശാസ്ത്രിമാരും പരീശന്മാരും ന്യായപ്രമാണം പഠിപ്പിച്ച് പ്രബുദ്ധരാക്കേണ്ടവർ അവരും കുരുടന്മാരായി, ഇന്നും കുരുടന്മാരായി കിടക്കുക. അതാ ലവോദിക്ക പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന വെളിപ്പാട് പുസ്തകം 3:17 പറയുമ്പോൾ, നീ ദരിദ്രൻ, കുരുടൻ, നഗ്നൻ, അരിഷ്ടൻ എന്ന് നീ അറിയാതിരിക്കുന്നു. അതാ അവിടുത്തെ വിഷയം, അറിയാതിരിക്കുക. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ തിരുവചന സത്യങ്ങളെ, കഷ്ടത എന്താണെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കി അത് പ്രസംഗിക്കാൻ അറിയാത്തവൻ പ്രസംഗിക്കണ്ട. വല്ല ട്രാക്റ്റും കൊടുത്ത് നടന്നോട്ടെ. ഇന്നത്തെ സുവിശേഷകന്മാർ നല്ലൊരു ശതമാനവും പ്രസംഗിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വല്ല ട്രാക്റ്റ് വിതരണം നടത്തി, ഹോസ്പിറ്റൽ വിസിറ്റിംഗ് നടത്തി, രോഗികൾക്ക് ചാപ്പാടും കൊടുത്ത് ചില ആതുര പ്രവർത്തനങ്ങൾ ചെയ്തങ്ങ് നടന്നോ. ഈ വചനം പറഞ്ഞു വരുമ്പോൾ നേരെ തരകുത്തനായി പോവുകയല്ല. കഷ്ടതയുടെ മഹത്വം എന്താണെന്ന് പുസ്തകത്തിലൂടെ പഠിച്ചെടുക്കണം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ ആ വിഷയം കൂടി ഞാൻ എടുത്ത് ആ വിഷയത്തോടനുബന്ധി പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവുക. 2 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. മനസ്സിലുള്ള പിതാവും
അതിൻ്റെ 3 മുതൽ 2 കൊരിന്ത്യർ 1:3 മുതൽ. മനസ്സുള്ള പിതാവ് സർവാശ്വാസം നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തനാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. അപ്പോൾ യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. കഷ്ടത്തിലിരിക്കുന്ന സഹോദരനെ ആശ്വസിപ്പിക്കണമെങ്കിൽ 10 കോടി രൂപ ബാങ്കിൽ ഇട്ടുകൊണ്ട് വരിക്കുന്ന ഒരു സഹോദരനെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. കാശ് കൊടുത്താൽ ആശ്വസിപ്പിക്കുക ചെയ്യത്തൂല്ലല്ലോ പുള്ളി. ഈ വെള്ളം കുടിക്കുന്നു, പിന്നെയും ദാഹിക്കും, കിട്ടുന്നവൻ പിന്നെയും മേടിച്ച് കൂട്ടുകയല്ലേ ചെയ്യുന്നത്. കൊടുക്കത്തില്ല ആർക്കും. ഹല്ലേലൂയ. അപ്പൊ കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? കഷ്ടങ്ങളിലൂടെ കടന്നുപോയവർക്കേ കഴിയത്തുള്ളൂ. അതാ പൗലോസ് ഇവിടെ പറയുന്നതിന്റെ മർമ്മം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിനെ ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ ആശ്വാസവും പെരുകുന്നു. കഷ്ടം മാത്രമല്ല, ഒരു ദൈവവേദലിന് കർത്താവിൽ നിന്നുള്ള ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, പ്രത്യാശ കിട്ടും, സ്വർഗീയ അനുഗ്രഹങ്ങൾ കിട്ടും. ഇത് മുഴുവൻ കഷ്ടത്തിലൂടെയാ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ തെറ്റി. ഹല്ലേലൂയ. ഇനി ആ ഭാഗത്ത് ഞാൻ വിരമിക്കുക. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല.